ഖജനാവെന്ന് കൈയിട്ട് മാത്രം സ്വന്തം കീശ നിറയ്ക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കള്ളന്മാരായിട്ടുള്ള കോൺഗ്രസും കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കുന്ന ലീഗുമാണ് എന്നുള്ളത് ഒരു സംശയവുമില്ലാതെ പറയാം. നാടിനെ നരകമാക്കി മാറ്റി ഏതോ സ്വർഗത്തിനായി ലീഗുകാർ കാത്തിരിക്കുകയാണെന്നും ലീഗിന്റെ ഇടതും വലതും SDPയും ജമാഅത്തെ ഇസ്ലാമിയുമാണെന്നും ഡോക്ടർ സരിൻ. ചില പ്രചരണങ്ങള്, ചില മുനവെച്ച പ്രചരണങ്ങള് അത് ജനിച്ച മതമേതാണെന്ന് നോക്കിക്കൊണ്ട് തന്നെയായിരിക്കണം സ്വർഗത്തിലേക്കുള്ള വാതിൽ വെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ നാടിന് നരകം സമ്മാനിച്ചുകൊണ്ട് ഏതോ സ്വർഗത്തിന് വേണ്ടി കാത്തിരിപ്പിക്കുന്നതിന്റെ ആ അവസ്ഥയിലേക്ക് ലീഗിന്റെ രാഷ്ട്രീയം ഈ അതിർത്തി പ്രദേശമായ പാലക്കാട് ജില്ലയുടെ ഒരു അറ്റത്തേക്കാണ്. മലപ്പുറത്തിനോട് അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വർഗീയതയുടേതായിട്ടുള്ള സാഹചര്യത്തെ ഒരു ജില്ലയാകുമ്പോ ആ ജില്ലയിലെ രാഷ്ട്രീയത്തിന്റെ സെക്യുലർ രാഷ്ട്രീയത്തിന്റെ മുഖം പോലും തച്ചുടച്ചുകൊണ്ട് എത്ര കാലമായി ലീഗ് അത് ചൊൽപ്പടിക്ക് നിർത്താൻ നോക്കുന്നു എന്ന് നമ്മൾ കാണുന്നതാണ്. ഇപ്പോ ലീഗിന് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടൂലെന്ന് കണ്ടപ്പോ ഇടവും വലവും നിർത്താൻ രണ്ടു കൂട്ടരെ കൂടെ കൂട്ടിയിരിക്കുക. പേര് ജമാഅത്തെ ഇസ്ലാമി എന്നും SDPI എന്ന ഈ രണ്ട് സംഘടനകൾക്കും ആളെ കൂട്ടിക്കൊടുക്കുന്ന സ്വഭാവമാണ് ലീഗിനുള്ളത് എന്ന് കേരള ജനത തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ലീഗ് അവനവന്റെ കുഴി തോണ്ടുകയാണ് എന്ന് തിരിച്ചറിയുന്നില്ല. അവരുടെ മതേതര സ്വഭാവത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട്, ഒരു മതേതര ചേരിയുടെ ഭാഗമായി നിന്നുകൊണ്ട് UDFന്റെയും അങ്ങ് കേന്ദ്രത്തിലെത്തുമ്പോ ഇന്ത്യ സഖ്യത്തിന്റെയും ഒക്കെ ഭാഗമാണെങ്കിൽ തിരുവേഗപ്പുറയിലെത്തുമ്പോ തങ്ങൾക്ക് അധികാരവും തങ്ങൾക്ക് മേൽക്കോയ്മയുള്ള സ്ഥലങ്ങളിലെത്തുമ്പോ അത് കേവലം മതഭ്രാന്തിന്റേതായിട്ടുള്ള രീതിയിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതിന്റെ തന്നെ കൃത്യവും വ്യക്തവുമായ ഉദാഹരണമാണ് തിരുവേഗപ്പുറയിൽ നടക്കുന്നത്. പണ്ടൊക്കെ പറയും ലീഗിനോടത്തെ SDPI വളരില്ലാതെ, അല്ലെങ്കിൽ തീവ്ര ന്യൂനപക്ഷ സ്വഭാവമുള്ള സംഘടനകളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നത് ലീഗാണ് എന്നൊക്കെ പണ്ടത്തെ കാലത്ത് പറഞ്ഞിരുന്നു. ആ പറച്ചിലൊരു സൗകര്യമാക്കിക്കൊണ്ട്, അതൊരു അവസരമാക്കിക്കൊണ്ട് തീവ്രവാദ രാഷ്ട്രീയം ന്യൂനപക്ഷ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ല, എങ്ങനെയാണ് RSSനെ ഇവിടെ വളർത്തേണ്ടത് എന്നും ആ വളരുന്ന RSSനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയ്യോ അവർ വളരുന്നുണ്ടെങ്കിൽ അതിന് പ്രതിരോധം തീർക്കേണ്ടത് മതത്തിന്റെ പേരിലാണ് എന്ന് മാത്രം അതിനെ ചുരുക്കി കാണിക്കാൻ, അങ്ങനെ ഒരു പ്രചരണം കൊണ്ടുവരാൻ കേരളത്തിന്റെ മണ്ണിൽ ശ്രമിക്കുകയാണ് അവർ. ലീഗിന് അടിതെറ്റിയിരിക്കുകയാണ്. ലീഗിന്റേതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാംസ്കാരിക ഔന്നത്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രബുദ്ധതയോ ലീഗ് കഴിഞ്ഞ 8-10 വർഷക്കാലമായിട്ട് പുറത്തെടുത്തിട്ടേയില്ല. പുറത്തെടുത്തിട്ടില്ലെന്നല്ല, അതില്ലാതെ ആയിരിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. ലീഗിന് ഏറിയാൽ കേരള ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിയ 5 കൊല്ലം. കാരണം ഓരോ മാസവും എണ്ണിയാണ് ലീഗുകാര് കേരളത്തില് ഭരണം മാറി മാറി വരുന്ന സാഹചര്യത്തിൽ LDF മാറി UDF വരുമ്പോ സാധാരണ തോറ്റു കഴിഞ്ഞാൽ തോൽക്കുമെന്ന് ഉറപ്പാണ്. ഒരു ഭരണം കഴിയുമ്പോൾ തോൽക്കുമെന്ന് ഉറപ്പുള്ള കേരളത്തിലെ ഒരേ ഒരു മുന്നണി അത് UDF ആണ്. അങ്ങനെ 3 തവണ അവർക്കറിയാം ഭരിച്ച അവസാനത്തോടെ എത്തുമ്പോൾ തോക്കാൻ വേണ്ടിയാണെന്ന്. ലീഗിന് ഏറിയാൽ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നത് എത്ര മാസം? 60 മാസം. കാരണം അപ്പോഴേക്കും കീശ കാലിയായി തുടങ്ങും. ഖജനാവെന്ന് കൈയിട്ട് മാത്രം സ്വന്തം കീശ നിറയ്ക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കള്ളന്മാരായിട്ടുള്ള കോൺഗ്രസും കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കുന്ന ലീഗുമാണ് എന്നുള്ളത് ഒരു സംശയവുമില്ലാതെ പറയാം. ഒരു സംശയമില്ല അതിന്. കക്കാൻ മാത്രമുള്ളവനാ കള്ളൻ. അവന് ഉത്തരവാദിത്തം എന്താ? കക്കുക. അങ്ങനെ കക്കാൻ വേണ്ടി ഭരണത്തിൽ കയറാൻ മൂട്ടി നിൽക്കുകയാണ്. സ്വന്തം കുഴി തോണ്ടുകയാണെന്ന് തിരിച്ചറിയുവാൻ പോലും ലീഗിന് കഴിയുന്നില്ലെന്നും സരിൻ. ലീഗിന് നൽകുന്ന ഓരോ വോട്ടും RSSന് കൊടുക്കുന്നതിന് തുല്യമാണെന്നും ലീഗുകാർക്ക് മതഭ്രാന്താണെന്നും സരിൻ. ലീഗിനെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയത്.